പുക ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാത്താന്ന് തോന്നുന്നുണ്ട് ഇവിടുന്ന്. നടന്ന് നമ്മളിതാ ബാക്ക് പാക്കിൽ സുധീനെ കണ്ടിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് നമ്മളിപ്പോൾ എവിടെയാണുള്ളത്? പൊക്കാരയാട്ടോ ഉള്ളത്. നോക്കിക്കാൻ നമ്മൾ സാധനമൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ പൊക്കാരത്തിൽ കുറേ ദിവസങ്ങളായി ഇൻട്രോ എടുക്കാൻ കുറേ വൈകിപ്പോയി. നമ്മൾ എവിടെ നിന്നായിരുന്നു? ഡാർജിലിംഗിൽ നിന്ന് വരുന്ന കാഴ്ചകളാട്ടോ ഈ വീഡിയോൻ്റെ അകത്തുള്ളത്. അവിടെ നിന്ന് തൊട്ട് തുടങ്ങുന്ന വീഡിയോ ആണ്. ഞങ്ങളങ്ങനെ പൊക്കാരയിലെത്തി എന്നൊക്കെ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഈ വീഡിയോയിൽ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ പൊക്കാരയിലെത്തിയ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ക്രിസ്മസ് ആയതുകൊണ്ട് മീറ്റ് ഷോപ്പിലൊക്കെ നല്ല തിരക്കാട്ടോ. അതുപോലെ ഇവിടെ കണ്ടോ ക്രിസ്മസ് തൊപ്പികളൊക്കെ സെയിൽ തുടങ്ങിയിട്ടുണ്ട്. നാളെയാണ് ക്രിസ്മസ്. ശരിക്കും ഞങ്ങൾ ഡിസംബർ 24 ഇന്ന്. നാളെയാണ് ക്രിസ്മസ് കേട്ടോ. ഇവിടെ ഡാർജിലിംഗ് തെരുവോരത്ത് കൂടി നടന്നു പോവുക കേട്ടോ. തെരുവോരം വലിയ സുഖമൊന്നുമില്ല. ഇവിടെ എന്തോ ഓഫീസാട്ടോ, പോലീസ് സൂപ്രണ്ടിൻ്റെ ആട്ടോ. ചെറിയൊരു വഴിയാണ്. ഇഷ്ടംപോലെ ആൾക്കാർ നടന്ന് പോകുന്നുണ്ട്. മെയിൻ ഡാർജിലിങ്ങിൻ്റെ ടൗണിലേക്കുള്ള വഴിയാട്ടോ. വലിയ വണ്ടികൾ സ്റ്റാൻഡൊക്കെ ഇതിന് മുൻപാണ്. കുറേ ജനങ്ങൾ നടന്ന് പോകുന്നുണ്ട്. ഇവരൊക്കെ ചുമട്ട് എടുക്കുന്ന ആൾക്കാരാട്ടോ. ഇങ്ങനത്തെ മണ്ണൊക്കെ എടുത്തിട്ട് തലയിൽ വെച്ച് കൊണ്ടുപോകും. ഭയങ്കര പാടാണ് അവരെ പണിയൊക്കെ. ക്രിസ്മസ് ആയതിൻ്റെ തിരക്കാട്ടോ ഇത്. ഡാർജിലിങ്ങിലുള്ള ഫുൾ ട്രാഫിക്. വലിയ വണ്ടികൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ ബസ്സുകൾ മാത്രമേ വലുതായിട്ടുള്ളൂ. ബാക്കിയൊക്കെ ചെറിയ വണ്ടികളാട്ടോ. ഷൂ ഇതുപോലെ എല്ലാ സാധനങ്ങളും വാങ്ങാനാണെങ്കിലും ഫുൾ ജനങ്ങളാണ്. ഇപ്പോൾ സീസൺ ആയതുകൊണ്ടാട്ടോ ഇങ്ങനെ. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ഫുള്ള് കടകൾ, ആൾക്കാരിങ്ങനെ വന്നുകൊണ്ട്. ഇത് 5 നടന്നു വരിക. ഞങ്ങൾ സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക. അയ്യോ എന്താല്ലേ ജനങ്ങൾ ഫുൾ തിരക്കാ. എവിടെ നോക്കിയാലും തിരക്ക് മാത്രം. എല്ലാ കടകളിലും ആൾക്കാരാണ്. പിന്നെ ടൂറിസ്റ്റുകളും ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. നമ്മളങ്ങനെ പോകുന്നതായിക്കൊരു ചായപ്പൊടീൻ്റെ ഒരു വിൽക്കുന്ന സ്ഥലം കണ്ടതാട്ടോ. അങ്ങനെ അവിടുന്ന് നമ്മൾ 3 ടൈപ്പ് സാധനമുണ്ട്. ഇത് 500-ൻ്റെത്, ഇത് 600-ൻ്റെത്, ഇത് 1500-ൻ്റെത്. ഇത് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ചായപ്പൊടി കേട്ടോ. അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഈ ഗ്രീനും കളറും ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. കുറച്ച് പൈസ കുറവിൻ്റെ എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ സാധനത്തിനും. ഇത് മക്കേബറി എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്. ഇതിന് 196 രൂപയാണ് ഒരു 100 ഗ്രാമിന്. ഇതിന് 150 രൂപയാണ് 100 ഗ്രാമിന്. നമ്മളിത് 150 ഗ്രാമാട്ടോ വന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ചായ കുടിക്കല്ലേ, ഡാർജിലിംഗ് ചായ. ഞാൻ കുറേ നേരം ഇങ്ങനെ അലഞ്ഞു തിരിയുന്നു ഇങ്ങനത്തെ ഒരു ചായപ്പൊടിയെ കണ്ടിട്ട്. അങ്ങനെ ലാസ്റ്റ് കണ്ടിട്ട് നമ്മൾ വാങ്ങാം കേട്ടോ. ഈ 150 ഗ്രാമിന് ഓക്കെ 150 ഗ്രാം. അപ്പോൾ 150 ഗ്രാമാണ് കേട്ടോ. 225 രൂപേൻ്റെ അടുത്ത് വരും നമുക്ക് പൈസയായിട്ട്. നല്ല അടിപൊളി ചായ കുടിക്കാമല്ലോ. ഇനി അവിടുത്തെ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് പുറത്തേക്ക് പോവാം. ക്രിസ്മസ് ആയതിൻ്റെ സ്റ്റാറൊക്കെ കണ്ടോ. പക്ഷേ ഔട്ടായി. ഇന്ന് ലാസ്റ്റ് ആണെന്ന് തോന്നുന്നു. നാളെയല്ലേ ലാസ്റ്റ്? നാളെയാണ് ക്രിസ്മസ്. ഇവിടെയൊക്കെ ചെറിയ ഷോപ്പൊക്കെ കാണാം. ഇതുള്ളിലോട്ടുള്ളൊരു വഴിയാണ്. ഇവിടെ നോക്കിയേ സൂപ്പർ മാർക്കറ്റ് ആട്ടോ. ഇവിടെ സൈഡിലോട്ട് മാറിക്കുക, അവർ പൊക്കോട്ടെ. ഉണ്ടാവും സൂപ്പർ മാർക്കറ്റ് ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ഇതുകൊണ്ട് ചേച്ചി കൊട്ടയിലിട്ട് കൊണ്ടോ നോക്ക്. ഈ ഒരു വഴിക്കൂടി ഫിക്സ്ഡ് പ്രൈസ് 600 രൂപക്കൊക്കെ ഷൂ ഉണ്ട് കേട്ടോ. 600 രൂപക്കൊക്കെ ഷൂ ഉണ്ട്. ജാക്കറ്റ് ഉണ്ട്. നല്ല ജാക്കറ്റൊക്കെ കിട്ടും തോന്നുന്നു ഇവിടെ. കാരണം തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ തണുപ്പ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജാക്കറ്റൊക്കെ ഉണ്ടാവും. 650 രൂപ. എല്ലാം ഫിക്സ്ഡ് പ്രൈസ് എന്നായിരിക്കുന്നത്. ബാർഗൈനിങ് ഇല്ല എന്ന് പറയുന്നത്. ഈ ഒരു സ്ട്രീറ്റ് ഇതാ തിരക്ക് കണ്ടോ. എന്ത് ജനങ്ങളാ. നമുക്ക് അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റൂല. അങ്ങ് വരെ ജനങ്ങളാ. ഇന്ന് അങ്ങ് എത്തൂല നമ്മൾ പോയാൽ. നമുക്ക് ഇപ്പുറത്തെ ഭാഗത്തൂടി ഏറ്റവും പോയി നോക്കാം. വണ്ടി പോകുന്ന വഴിയാണ്. നമ്മൾ സൈഡിൽ കൂടി അങ്ങ് പോവാ. മെല്ലെ സൈഡിൽ കൂടി പോയി നോക്കാം. ഫുള്ള് ജനങ്ങളാട്ടോ അപ്പുറത്തെ വഴിക്ക്. റോഡ് സൈഡിൽ കണ്ടോ പട്ടിക്കുട്ടന് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട്. തണുപ്പായതുകൊണ്ടാന്ന് തോന്നുന്നു. അതുപോലെ ഭയങ്കര റഷാട്ടോ ഇവിടെ. ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. ഞങ്ങൾ നടന്ന് ടോയ് ട്രെയിനിൻ്റെ ഒരു സ്ഥലം കൂടി ഉണ്ട്. അതും കൂടി നോക്കിയിട്ട് പോവാന്ന് വെച്ചിരിക്കുക കേട്ടോ. ഇവിടെയൊക്കെ വഴിയുണ്ട് കേട്ടോ വണ്ടിയൊക്കെ പോകാനുള്ള.
ഒരു പട്ടിക്കുട്ടന്റെ സൈസ് കണ്ടോ? പട്ടിക്കുട്ടനാന്ന് തോന്നില്ല, വലിയ സൈസ് കേട്ടോ. ഭീകരമായിട്ടുള്ള ഒരു സൈസ് പട്ടിയാട്ടോ നമ്മൾ കണ്ടത്. അത് കണ്ടപ്പോൾ നിർത്തതാ. ചെറിയ പട്ടിയുണ്ട്, പക്ഷെ ഇതിനും വരെ നല്ല സൈസാണ്. ട്രാഫിക് ആയതുകൊണ്ട് തന്നെ. ഇതെന്താ സാധനം? കിഴങ്ങാണോ? കിഴങ്ങാറ്റാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അത് ഇതാ ഇവിടെയുണ്ട്. ഇവിടെ നമുക്ക് പ്രത്യേകതരം സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. ഇത് കിവിയാട്ടോ അതിന്റെ മുകളിലുള്ളത്. കിഴങ്ങാ അത് പൂളേന്റെ അപ്പുറം തന്നെ വെച്ചിട്ടുണ്ട്. ഇവിടെ മീൻ മാർക്കറ്റും ഇറച്ചി മാർക്കറ്റും ഒക്കെ ആട്ടോ. ആൾക്കാർ ഇഷ്ടം പോലെയാ ക്രിസ്മസ് ആയതുകൊണ്ട്. ഇതാ മീൻ മാർക്കറ്റാണ്ടോ. വലിയ വലിയ മീനൊക്കെ കിട്ടും ഇവിടെ, പക്ഷെ പോയത് മീനാന്നുള്ളൂ. ഇവിടെ കണ്ട ഒരു സാധനം കേട്ടോ, ടോയ് ട്രെയിൻ കഫേ. അതായത് നമ്മുടെ ഡാർജിലിങ്ങിന്റെ ടോയ് ട്രെയിൻ ഇല്ലേ, അതിന്റെ ബോഗിയിൽ ഇവരൊരു കഫേ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാട്ടോ നെസ്റ്റ് കോഫി ലോഞ്ച്. ടോയ് ട്രെയിനിന്റെ സെറ്റപ്പിൽ ഇവര് ഒരു അടിപൊളി കഫേ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ പ്ലെയിൻ്റെ ഒക്കെ കണ്ടിട്ടില്ലേ? നമ്മളെ നാട്ടിലും ചെറിയ ട്രെയിനിൻ്റെ ഒക്കെ ഉണ്ട്. ഇവിടെ ഏതോ റെയിൽവേ സ്റ്റേഷൻ ആയിട്ട് ഉണ്ട് കേട്ടോ. നോക്കി നോക്കാം. പിള്ളേരൊക്കെ കളിക്കുന്നുണ്ടോ? ഇത് വേറൊരു പിള്ള. അതുപോലെ നമുക്ക് ഇവിടുന്ന് ഡാർജിലിങ്ങിൻ്റെ ഒരു വ്യൂവൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഫുള്ള് ബിൽഡിങ്ങൊക്കെ ആയിട്ട് നമ്മൾ അങ്ങാട്ടോ പോയത്. അങ്ങാണ് പോയത്. ഫുള്ള് ബിൽഡിങ്ങാണ് ഇവിടെയൊക്കെ. ഇതാണ് നമ്മളെ ബിൽഡിങ്, അല്ല മലമുകളിലുള്ള സിറ്റി എന്നൊക്കെ പറയുന്നില്ലേ, അത് ഇതാട്ടോ ഡാർജിലിംഗ്. ഭയങ്കര വലിയ സിറ്റിയാണ്. മസൂരിയൊക്കെ ഇതേപോലത്തെ ഒരു സിറ്റിയാണ്. ഇവിടെ ട്രെയിനും കാത്തു നിൽക്കുന്നുണ്ട്. ട്രെയിൻ വരുമോയെന്ന് അറിയില്ല. കുറേ ആൾക്കാർ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ. ഇവിടെ കണ്ടോ ബിൽഡിങ്ങുകൾ കുത്തനെ ഒരു മലേൻ്റെ മുകളിൽ. ഏത് ട്രെയിൻ കണ്ടോ? ഇതിൻ്റെ മുകളിലുള്ള ബിൽഡിങ് നോക്ക്. അട്ടിക്കട്ടിക്ക് ഫുള്ള് ബിൽഡിങ് ആണ് കേട്ടോ, നിരനിരാന്ന് പറഞ്ഞിട്ട്. അതുപോലെ അവിടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ട്രെയിനൊക്കെ നിർത്തിയിട്ടുണ്ട്. ലോക്കൽ ആൾക്കാരൊക്കെ, നമ്മളിപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ വരില്ല, അപ്പോൾ അതിന് വേണ്ടി ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. നമ്മൾ വരുന്ന വഴിക്ക് ഈ സാധനം നോക്കി വെച്ചാട്ടോ വരാൻ വേണ്ടിയിട്ട്. ഇവിടെയുണ്ട് ഒരു ബോഗി മാത്രമായിട്ട് ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഡാർജിലിംഗ് റെയിൽവേ സ്റ്റേഷൻ ഇതാ 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു മോഡലായിരുന്നു കേട്ടോ. അത് മൊത്തം ഇപ്പം മാറി. അതുപോലെ തന്നെ ബിസി സീൻ 1945 ഒരു ബിസി ആയിട്ടുള്ള ഒരു സ്ട്രീറ്റിൻ്റെ ഫോട്ടോ കേട്ടോ. ബ്ലറാണ്. അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടി ഫോട്ടോ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ കേട്ടോ എൻജിൻ്റെ ഫുള്ള് റെഡിയാക്കുന്നതൊക്കെ മെയിൻ്റെനൻസ് ഒക്കെ ഇവിടെയാണ്. ഇതിൻ്റെ എൻജിനൊക്കെ ഇതാട്ടോ 1925 പണിയേൽപ്പിച്ചാണിത്. അയ്യോ എന്താല്ലേ പഴയത്. ഭയങ്കര സീനാണ്. ഇവർ ഫോട്ടോ എടുക്കാട്ടോ. ഇതിൻ്റെ എൻജിന് ക്ലിയർ ആയിക്കൊണ്ടിരിക്കാൻ തോന്നുന്നത്. നല്ല അടിപൊളി സീനാട്ടോ കണ്ടോണ്ടിരിക്കുന്നത്. പുക ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാത്താന്ന് തോന്നുന്നുണ്ട്. ഇവിടുന്ന് പുകയൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഡാർജിലിംഗ് വിടാൻ പോവാല്ലേ? സിക്കിമിലോട്ടേക്ക് പോകുന്നില്ല. എന്തുകൊണ്ടാ? ഞങ്ങൾക്ക് ടെൻ്റ് അടിച്ചിട്ട് നിൽക്കാനുള്ള ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ. കാരണം അതെ, ഞങ്ങൾ സ്ലീപ്പിംഗ് ബാഗൊന്നും അതിന് പറ്റിയതല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ആസാമിലേക്ക് പോകാനാണ് തീരുമാനിച്ചത്. ഇവിടുന്ന് നേരെ ഏതെങ്കിലും വണ്ടി ലിഫ്റ്റ് അടിച്ചിട്ട് ഗൂമിലാട്ടോ ഉള്ളത്. ഗൂമിൽ നിന്ന് ലിഫ്റ്റ് അടിച്ചിട്ട് നേരെ സിലിഗുരിക്ക് പോകണം. സിലിഗുരിയിൽ നിന്ന് നേരെ ഗുവാഹട്ടി. അതാണ് പരിപാടി, പ്ലാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. എൻ്റെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിന്നിട്ട് വേണം നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറേ നേരമായി നമ്മൾ വണ്ടിയും കാത്ത് നിൽക്കുന്നു. ഒരു വണ്ടി പോലും നിർത്തുന്നില്ല അല്ലേ? നേപ്പാളിലായിരുന്നു ആദ്യം നമുക്ക് ലിഫ്റ്റ് കിട്ടാതെ തന്നെ പ്രശ്നം ഉണ്ടായിരുന്നത്. വണ്ടിയുമില്ല, കാണിക്കുന്ന വണ്ടിയൊന്നും നിർത്തുന്നുമില്ല. കുറേ വണ്ടി പോകുന്നുണ്ട്, എന്നാലും അതൊന്നും നിർത്തുന്നില്ല. ഇവർക്കൊന്നും ലിഫ്റ്റ് തരാനുള്ളൊരു ഇതില്ല. എന്താ പറയുക, പൈസ ആണെങ്കിൽ ഇവർ ലിഫ്റ്റ് തരും. അതായത് ലിഫ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവർ പൈസക്ക്, അതിന് നല്ല വണ്ടി കയറി പോകുന്നല്ലോ അല്ലേ? സുഖമായിട്ടിരുന്ന് വണ്ടി കയറി പോകാൻ പറ്റും. പക്ഷേ ഇവർ ഒരാൾ പോലും വണ്ടി നിർത്തുന്നില്ല. ഇങ്ങനത്തെ ട്രക്കൊക്കെ ആട്ടോ ഉള്ളൂ ഇവിടെ. വലിയ വലിയ വണ്ടികളൊന്നുമില്ല, ചെറിയ വണ്ടികൾ മാത്രമേ ഉള്ളൂ. അതാണെങ്കിൽ നിർത്തുന്നുമില്ല. നേപ്പാളിൽ ഇതിനെ കണ്ട് സുഖമായിട്ട് നമ്മളിങ്ങനെ കയറി പോയില്ലേ, അധികം നിന്നിട്ടില്ല. പെട്ടെന്ന് ഞങ്ങൾ കയറി ഇങ്ങ് പോകുന്നത്. ഇവിടെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പണി കിട്ടുന്നത്. ഒരു വണ്ടി പോലും നിർത്തുന്നില്ല. ഫൈനലി നമ്മൾ സിലിഗുരി എത്തിയിട്ടുണ്ടായിരുന്നു. സിലിഗുരി എത്തിയിട്ട് വീഡിയോ നിർത്തില്ല. ഞങ്ങളിതാ ഇവിടുന്നും ലിഫ്റ്റ് വെച്ച് നിൽക്കുക അല്ലേ? എങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്ന റൂട്ട് മൊത്തം മാറ്റിയില്ലേ? ഞങ്ങൾ സൈക്കിളിൽ എടുത്തിട്ട് പോകാൻ തന്നെ തീരുമാനിച്ച് നേരെ നേപ്പാൾ ഗഞ്ചിലേക്ക് പോകണം. എന്നിട്ട് ഇവിടെ സൈക്കിൾ എടുത്തിട്ട്
പൊക്കാരെ പോയിട്ട് എൻ്റെ സൈക്കിൾ കൊടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് പോകും. അതാണ് പ്ലാന്. അപ്പോൾ നമ്മൾ സിലിഗുരിയിൽ നിന്ന് ഹിച്ച് ഹൈക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുക. എത്ര വണ്ടി കഴിയാൻ ഇഷ്ടം പോലെ വണ്ടി കഴിയാൻ ഒന്നും നിർത്തുന്നില്ല കേട്ടോ. ഈ വെസ്റ്റ് ബംഗാളത്തെ ആൾക്കാരെല്ലാം ഇതേപോലെ തന്നെ ഒരു വണ്ടി പോലും നിർത്താത്ത ആൾക്കാരാട്ടോ. നമ്മൾ ട്രെയിനിലാണ് ലാസ്റ്റ് ലിഫ്റ്റ് അടിച്ചിട്ട് ലിഫ്റ്റൊന്നും കിട്ടാല്ലേ. ട്രെയിനിൽ വന്നാട്ടോ ഫുള്ള് ജനങ്ങളാണ്. നമ്മളിരിക്കുന്നത് ഇങ്ങനെയാണ്. ജനറലിലാട്ടോ ഉള്ളത്, സ്ലീപ്പറിലല്ല, ജനറലിലാണുള്ളത്. സ്ലീപ്പർ ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല. ഞാൻ രാവിലെ പറഞ്ഞു കേട്ടോ, ഭയങ്കര തിരക്കാണ് അവിടെ. നിൽക്കാനോ ഒന്നും സമയമില്ല. നമ്മൾ ഏതോ ഒരു റെയിൽവേ സ്റ്റേഷൻ എത്തിയതാ. ഫുള്ള് ജനങ്ങൾ, ഇതുവരെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ഇത് മൊത്തം കച്ചറ ടീമാട്ടോ കുറേ കയറിയത്. ഇന്നലെ രാത്രി പോലും ഇത്രയും കച്ചറ ടീമില്ലായിരുന്നു. ഇന്ന് ഫുള്ള് കച്ചറ ടീമാണ്. ഇച്ചിരി ആൾക്കാരാണ് വന്നിട്ടുള്ളൂ. അപ്പോൾ തന്നെ അടിച്ച് കയറി ഫുള്ള് ഒച്ചപ്പാടും ബഹളം മാത്രം. आपने खाने के लिए है, हम लोग को देने के लिए नहीं है। बहुत ज्यादा लोग 10 रुपए दे दे मौसी का, अपना कोई आएगा 10 रुपए अपना कोई दे मौसी का 10 दे दे। अच्छा रहो ला दे दे निकाल रगड़ देंगे मुंह पर खोल के दे दे 5-10 रुपए मौसी के। बदवाना लेके जाना खुला दे दूंगी ला, पैसा नहीं है और वो तो बड़ा हाई लगेगा जा रहा है। ഇതിനപ്പുറം കണ്ടതാ. നമ്മളങ്ങനെ എവിടെ എത്തി? ഗോണ്ട റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. ചത്ത് കിടന്നിട്ടാണ് വന്നത്. വണ്ടി 1 മണിക്കൂർ ലേറ്റ് ആട്ടോ. നമ്മളെ പ്ലാനിങ് മൊത്തം തെറ്റി. ഒരുമാതിരി അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് സാധനം സംഭവിച്ചില്ലേ, അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങട്ടെ. പഴമൊക്കെ കൊണ്ട് വരുന്നുണ്ടോ, കുറച്ച് പൈസയൊക്കെ വെക്കുന്ന കേട്ടോ ഇത്. അയ്യോ സീനിയർ ട്രെയിനില്ലേ അവസ്ഥയായിരുന്നു. നോർത്ത് ഇന്ത്യ, അതെ നോർത്ത് ഇന്ത്യ വെറും മുമ്പസ്തിയാന്ന് ഇപ്പം നമുക്ക് തെളിയിച്ചു തന്നിരിക്കുകയാണ്. ഇവിടുത്തെ ആൾക്കാരും എല്ലാം കൊണ്ടും അവസ്ഥയാട്ടോ. ഊള ട്രെയിനാട്ടോ ഇത്. നോർത്ത് ഇന്ത്യ മൊത്തം ഇങ്ങനത്തെ അവസ്ഥയാണ്. ഞങ്ങളധികം നോർത്ത് ഇന്ത്യയിൽ നിൽക്കില്ല, വേഗത്തിൽ പോകാനാണ്. ട്രെയിൻ പോവാട്ടോ. ദുരന്തമായിരുന്നു ട്രെയിൻ യാത്ര. 1.5 മണിക്കൂർ അത്ര ലേറ്റാണ്. അത് നോർമലാണ്, സാധാരണയാണ് 1.5 മണിക്കൂറൊക്കെ ലേറ്റ് ആകാം. നമ്മൾ വന്ന ജനറലാട്ടോ. ഒന്നും തിരക്കും കേട്ടോ, ഫുള്ള് ജനങ്ങളാണ്. നമ്മളങ്ങനെ ഇതാ പിന്നെയും നേപ്പാൾഗഞ്ച് ബോർഡർ, നേപ്പാളിലേക്ക് കടക്കാൻ പോവാട്ടോ. അവിടെ എഴുതി വെച്ചോ നേപ്പാൾ, വെൽക്കം ടു നേപ്പാൾ എന്നൊക്കെ പറഞ്ഞ്. നമ്മൾ പിന്നെയും നേപ്പാളിലേക്ക് പോവാണ്. എൻ്റെ സൈക്കിളിൽ പോകാനുള്ള പരിപാടിയാണ്. ട്രെയിനും ബസ്സും ഒക്കെ കഴിഞ്ഞ് നേരെ നേപ്പാൾഗഞ്ചിലെ റുപ്പൈദിയ ബോർഡറിൽ എത്തിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മളെ യാത്ര സൈക്കിളിൽ തുടങ്ങാൻ പോവാട്ടോ, ഫ്രഷ് യാത്ര. 5 ഇതാ ബാക്ക് ടു ഓൺ സൈക്കിൾ എടുത്തിട്ട് സൈക്കിൾ ചവിട്ടി പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളിനി സൈക്കിളിലേക്കുള്ള യാത്രയാണ്. നമ്മളിപ്പോൾ നേപ്പാൾഗഞ്ചാണ് ഉള്ളത്. ഇവിടുന്ന് ഇനി നമ്മൾ നേരെ പൊക്കാരക്ക് സൈക്കിൾ പാർസൽ ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് എൻ്റെ സൈക്കിളും കൂടി എടുത്തിട്ട് അവിടെ നിന്ന് സൈക്കിൾ യാത്ര ആരംഭിക്കാനാണ് പോകുന്നത്. വീണ്ടും നമ്മൾ നേപ്പാൾ യാത്രയിൽ സൈക്കിൾ കൊണ്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. 5 സൈക്കിൾ ചവിട്ടി ഒന്ന് സെറ്റാക്കാണ്ട് അല്ലേ. അതുകൊണ്ട് സൈക്കിൾ റൗണ്ട് അടിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. തിരിച്ചങ്ങനെ 15 ദിവസങ്ങൾക്ക് ശേഷം പൊക്കാരയിൽ തന്നെ വന്നിരിക്കുകയാണ്. നമ്മളെ ബാഗ് കണ്ടോ, ഫുള്ള് ചളി പിടിച്ച് ഈ വണ്ടീനെ ബാഗിൽ കയറ്റിയിട്ടാട്ടോ ഫുള്ള് ചളി പിടിച്ചെടുക്കുക. പൊക്കാരങ്ങനെ തിരിച്ചു വന്ന് നമ്മളെ ബസ് സ്റ്റോപ്പാട്ടോ ഇത്. ഫുള്ള് സൂര്യൻ ഉദിച്ച് വരുന്നുണ്ടോ. സൂര്യൻ ഉദിക്കുന്ന സമയത്താണ് നമ്മളിവിടെ എത്തിപ്പെട്ടത് തിരിച്ച് പൊക്കാരയിലേക്ക്. അതിൻ്റെ ഈ സൂര്യൻ്റെ സ്വാശം ഉണ്ടോ ഫുള്ളായിട്ട്. അതുപോലെ തന്നെ നമ്മളെ അന്നപൂർണ്ണ മൗണ്ടൻസ് ഇതാ ഗോൾഡൻ കളറിൽ തന്നെ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. എന്ത് മനോഹരമായ കാഴ്ചയാണെന്നറിയാം. ഞങ്ങൾ വരുന്ന വഴിക്ക് ഇങ്ങനെ കണ്ടുകൊണ്ട് കേട്ടോ വന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. മൗണ്ടൻ്റെ വ്യൂ കണ്ടോ അന്നപൂർണ്ണേൻ്റെ. എൻ്റെ മോനെ പൊളി. ഇങ്ങനത്തെ ഒരു കാഴ്ച വീണ്ടും കാണാൻ പറ്റിയൊരു സന്തോഷം. ഫുള്ള് മഞ്ഞ് മൂടി കിടക്കാം കേട്ടോ. തിരിച്ച് പൊക്കാരയിലെ നമ്മളെ ആമ ബിരിയാണി അവസ്ഥ തന്നെ തിരിച്ചു വന്നു കേട്ടോ. എൻ്റെ ഇതാ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുകയാണ്. ഉച്ചക്കേത്തുള്ള ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചപ്പാത്തി പരത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതാ ചിക്കന് വേണ്ടിയിട്ട്, ചിക്കൻ കറിക്ക് വേണ്ടി ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ ആരാ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്? നമ്മൾ പുതിയ ഗ്യാസ് സ്റ്റവ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതപ്പം വാങ്ങിച്ചത് നമ്മൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങിച്ച കേട്ടോ. ഇതാ ഉള്ളി വേവിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട്. അടിപൊളി ചിക്കൻ കറിയും കൂട്ടിയിട്ട് ചോറും ചപ്പാത്തിയും തിന്നാം. നമ്മളെ ചിക്കൻ കറിയും ചപ്പാത്തിയും ചോറും റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ വേഗം തിന്നിട്ടല്ലേ 3 മണിയാവറായി. എന്നിട്ട് വേഗം തിന്നിട്ട് നമ്മൾ ലേക്ക് കാണാൻ വേണ്ടി പോവും. നമ്മളപ്പോൾ ഇവിടെ എത്തി ലേക്ക് കാണാൻ വന്നാട്ടോ. അതെ, സൈക്കിളിൽ ഞങ്ങൾ ലേക്ക് കാണാൻ വന്നതാണ്. ഇതാ നമ്മുടെ സൈക്കിൾ, ഇതാ പൊക്കാര ഫ്യുവ ലേക്കാട്ടോ ഇത്. ഞാൻ അതിൻ്റെ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ട്രെയിൻ എന്താ സംഭവിച്ചത്? അതായത് ട്രെയിനിൽ ഞങ്ങളുടെ മുമ്പിൽ ട്രാൻസ്ജെൻഡർ ഇങ്ങനെ വന്നിട്ട് ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. 1 അല്ല 2 അല്ല 10 20 ട്രാൻസ്ജെൻഡർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് അവരിങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ ഇങ്ങനെ കാണിച്ചു. അപ്പം ഞാനെന്ത് ചെയ്ത് 1-2 ട്രാൻസ്ജെൻഡർ ഇങ്ങനെ കാണിക്കുന്നതിൻ്റെ വീഡിയോ എടുത്തപ്പോൾ ബേക്കിൽ ഏതോ ഒരു പെണ്ണ് അതിൻ്റെ അത് പെട്ടില്ലേ. ബേക്കിൽ ഏതോ ഒരു പെണ്ണ് പെട്ട്. അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. അയ്യ പെണ്ണ് ഫോട്ടോ എടുത്തവർ തന്നെ വീഡിയോ എടുത്തവർ തന്നെ. ഞാൻ അറിയൊന്നുമില്ല പെണ്ണ് ഫോട്ടോ വീഡിയോ ഉണ്ടോയെന്ന് തോന്നുന്നു. ഞാൻ ട്രാൻസ്ജെൻഡർ അങ്ങനെ കാണിച്ചതിന് മോശമായി പെരുമാറുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ തന്നെ ആ പെണ്ണ് പറയാ, അയ്യോ എൻ്റെ ഫോട്ടോ വന്ന്, എൻ്റെ വീഡിയോ വന്ന്, അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങൾ ശ്രദ്ധിച്ചിട്ട് പോലില്ല. അതിനകത്ത് വീഡിയോയിൽ അത് കഴിഞ്ഞ് പ്ലേ ചെയ്ത് നോക്കുന്നേരം അവരില്ല. എന്നിട്ട് 4 പേര്, അവരുടെ കൂട്ടത്തിൽ 4-5 പേരുണ്ടായിരുന്നു അല്ലേ. 5 പേര് വന്നിട്ട് ഞങ്ങൾ ഭീഷണിപ്പെടുത്തൊക്കെ. നിങ്ങൾ എന്തോ ഒക്കെ അല്ല ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, മറ്റേതാ മറിച്ചതൊക്കെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു അതിനകത്ത് വീഡിയോയിലൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നതിന് തന്നെ അവരെന്ത് ചെയ്ത് ഡിലീറ്റ് ആക്കി. പക്ഷേ യുപിയിലെ മണ്ടന്മാരായതുകൊണ്ട് അല്ലേ, യുപിയിലെ വെറും മണ്ടന്മാരായതുകൊണ്ട് അവർക്ക് ഡിലീറ്റ് ആക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. ഒരു വീഡിയോ എങ്ങനെയാണ് ഡിലീറ്റ് ആക്കേണ്ടത് അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആ വീഡിയോ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു അവരെ. പക്ഷെ പെട്ടെന്ന് വന്നതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര അലമ്പായിരുന്നു ട്രെയിനിൽ. അവർ ഭയങ്കര സീനുമായിരുന്നു, ഒച്ചപ്പാടും ബഹളവും. അതുപോലെ തന്നെ മോളിൽ സിംഗിളായിട്ട് ഇങ്ങനെ കിടക്കുക, വേറെ ആരെയും വന്നിട്ടുണ്ടെങ്കിൽ സ്ഥലം കൊടുക്കൂല, അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു അല്ലേ. എന്നിട്ട് ലാസ്റ്റ് അവർ ജസ്റ്റ് ഇങ്ങനെ ഡിലീറ്റ് ആക്കി വെച്ച്. മണ്ടന്മാരായതിനെ കൊണ്ട് പിന്നെ പ്രശ്നം തലയിലൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവരിങ്ങനെ പ്രവർത്തിക്കുന്നതാണ്. പിന്നെ ഞാൻ അതിനെ കൊണ്ട് തന്നെ വെറുതെ ഡിലീറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തു അവർക്ക്. ചുമ്മാ ഇങ്ങനെ ഞെക്കി ഡിലീറ്റ് ആക്കി വെച്ച്. കാരണം അവർക്കറിയില്ലല്ലോ ഡിലീറ്റ് ആയില്ലേന്ന്. അവർക്ക് അതൊന്നും ചിന്തിക്കാനുള്ള ബോധമില്ല. ഫോണിൽ മിക്കവാറും അവരെ സ്പേസ് ഫുള്ളായിരിക്കില്ലേ. ഡിലീറ്റ് ആക്കിയിട്ട് അയ്യോ എൻ്റെ സ്പേസ് ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുന്ന ടീമായിരിക്കും. അപ്പോൾ ഇതാണ് ട്രെയിനിൽ വെച്ചുണ്ടായത്. വളരെ മോശമായുള്ള അനുഭവമായിരുന്നു. പിന്നെ ഈ വീഡിയോസൊക്കെ ഉള്ളതിനെ കൊണ്ട് ഞാൻ പെണ്ണിൻ്റെ വീഡിയോ ഇടരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. കാരണം അങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് വീഡിയോൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ നോക്കി നോക്ക്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണ്? പൊക്കാരയിലെ ഫ്യുവ ലേക്കിലാട്ടോ. അവിടെ ഫെസ്റ്റിവൽ നടക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും അഞ്ചും കൂടിയിട്ട് സൈക്കിളിൽ വന്നാലേ, സൈക്കിളിൽ ഇതാ അഞ്ചുവിൻ്റെ സൈക്കിൾ എടുത്തിട്ട് അഞ്ചു ഇപ്പോൾ ഓടിച്ച് സെറ്റായിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ പറന്നു പോകും. എങ്ങോട്ടേക്കാണ് പോകുന്നത്? ചിത്വാനിലേക്കാട്ടോ പോകുന്നത്. ഇനി നേപ്പാള് ബാക്കിയുള്ള എല്ലാ സ്ഥലവും കാണും. ഇവിടെ വീണതിന് ശേഷം ഫുള്ള് മിസ്സിങ് ആട്ടോ. തലക്കകത്ത് എന്തോ പ്രശ്നമുണ്ട്. ഇടക്കിടക്ക് എന്തൊക്കെയോ പിച്ചുമ്പയൊക്കെ പറയും, പെട്ടെന്ന് ഞെട്ടി എണീച്ചിട്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. സൂര്യനൊക്കെ പോയി കേട്ടോ. അതാ ക്ലിയർ ഇല്ലാത്തൊരു മോഡൽ കിട്ടുന്നത്. അവിടെ നമുക്ക് ആകാശ ഊഞ്ഞാലിൻ്റെ ഒക്കെ കാണാൻ പറ്റും. നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഇങ്ങോട്ട് വരില്ല കേട്ടോ, ആകാശ് മിനാലിൻ്റെ അടുത്തൊന്നും വരില്ല. ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലമൊക്കെ ഞാൻ നല്ല രീതിയിലൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഫെസ്റ്റിവൽ സീസണാണ്, ന്യൂ ഇയറിൻ്റെ ഒക്കെ ഭാഗമായിട്ടാട്ടോ. അപ്പോൾ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്ന കാത്ത് ഞങ്ങളിങ്ങനെ ഫ്യുവയിലേക്ക് നോക്കിയിരിക്കുകയാണ്. അഞ്ചു ഇതാ വിഷമത്താലിരിക്കും. എന്ത് പറ്റി അഞ്ചു? ആകാശ ഊഞ്ഞാൽ നോക്കിയിരിക്കുക കേട്ടോ. ഇനി ഫെസ്റ്റിവലൊക്കെ കാണണ്ടേ, അങ്ങോട്ടൊക്കെ പോവാ. ഇനി ഞങ്ങൾ തിരിച്ച് തള്ളിയിട്ടല്ലേ പോകുന്നത്. കാരണം കണ്ട് പോവാണ്. ജനങ്ങളും ഉണ്ട്, അത്രക്കും ജനങ്ങളും ഉണ്ട്. അപ്പം മെല്ലെ പോവാ. ഇത് ചൈനീസ് ഏതൊരു ചൈനീസ് ഷോപ്പാന്ന് തോന്നുന്നുണ്ട് അല്ലേ. എന്താ മുന്തിരൻ ഡ്രാഗൺ കുഞ്ഞുങ്ങളെ വിൽക്കപ്പെടും. അയ്യോ എന്തോ സാധനം വരുന്നുണ്ട്. സൈഡോട്ട് മാറിയെന്നോ. പിള്ളേരൊക്കെ ഓടി വരുന്നുണ്ട് കേട്ടോ. നമ്മളെ നാട്ടിലില്ലേ മറ്റെന്തേലും കണ്ണൂരൊക്കെ ഇല്ലേ, കണ്ണൂരൊക്കെ പിള്ളേര് പേടിപ്പിച്ചിട്ട് ഇതാക്കുന്നേ ആ ഒരു സാധനം കേട്ടോ. ആ ഒരു സാധനമാണ് പിള്ളേരെ പേടിപ്പിച്ചിട്ട് ഓടിക്കുന്ന സാധനം ഇല്ലേ. അതിന്റെ പേരെന്തേനു? തെയ്യായിരുന്നു, ഓണപ്പൊട്ടനോ എന്തല്ലോ പറയും. എന്തൊരു സാധനം ഉണ്ട് ഇതേപോലെ. ഇതാ സീനാണിത്. പിള്ളേരെ പേടിപ്പിച്ചിട്ട് പിള്ളേരെ ഓടിപ്പിക്കുന്നത് ഇതാട്ടോ സാധനം. എന്താണെന്നറിയില്ല. സീനാണ്. പിള്ളേരൊക്കെ വട്ടം കൂടിയിരിക്കുന്നുണ്ട്. പിള്ളേരൊക്കെ കൊണ്ടാട്ടം പിള്ളേരൊക്കെയാണ്.
എല്ലാരും വൈബിങ്ങാ, കാരണം ഫെസ്റ്റിവലാണ് ഇവിടെ. നല്ല വൈബാ. നമ്മളെ ടീമിന്റെ അടുത്ത് തന്നെ പോവാട്ടെ, ഇതൊക്കെ നമ്മുടെ ടീമാണ്. എല്ലാരും കൂടി ഒരുമിച്ച് പോവാ. ഇനി ആരാ നമ്മളിവിടെ ഭരിക്കും അല്ലേ? പൊക്കാര നമ്മള് ഭരിക്കും, നമ്മളെ പിള്ളേരാണ്. ഇവിടെ വേറൊരു പരിപാടി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. വേറെ തന്നെ എന്തോ പരിപാടിയാണ്. നമ്മളെ ദഫ്മുട്ടില്ലേ, ദഫ്മുട്ടിന്റെ ഒരു വേറൊരു ടൈപ്പാണ് കാണുന്നത്. എല്ലാം കൂടി കൊളാപ്സായി. വെള്ളം ഇട്ടിട്ട് കൊറേ ടീം നടന്നു പോകുന്നുണ്ട്. രാത്രി പേടിപ്പിക്കാനാന്ന് തോന്നുന്നു. ചൈന ടീമാട്ടാ വന്നത്. സീനും സാധനം. പോലീസൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാസ് ചെയ്യുന്നുണ്ട്. ഇത് ചൈനയാ. നിനക്ക് ചൈനയിലേക്ക് വേണോ? നമുക്ക് റെഡിയാക്കാം. ഏത് ഈ ടൈപ്പാ? മറ്റേ എന്തായിരുന്നു മണാലി കിട്ടുന്ന സാധനം? 1500 ഉള്ളൂ. ആ അതന്നെ, ആ സാധനം. അത് ഫുള്ള് ലൈറ്റാട്ടോ എല്ലാ സ്ഥലത്തും. നമ്മളെ ടിബറ്റന്റെ ഫ്ലാഗ് ഇങ്ങനെ നടുക്കുണ്ട്, പക്ഷെ ടിബറ്റന്റെ ആൾക്കാർ ഇവിടെ കുറവാട്ടോ. ഇവിടെയൊക്കെ ഇതാ ഫുഡ് സ്റ്റാളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അല്ലേ. ഫുഡ് സ്റ്റാളാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് കുറേ ദൂരോട്ട് എത്തുന്നവരാണ് മറ്റേ ടീമുള്ളത്. ഏത് ഇതേ ഉപ്പങ്കണ്ട് അങ്ങനത്തെ ഇവരെ തന്നെ എന്താ അതിനെന്താ പറയാ, ഇവരെ പരിപാടിയല്ലേ ഇത്? അതിനെന്താ പറയാ, നാടൻ കലോത്സവം എന്താന്നറിയില്ല. അതന്നെ നാടോടി. ഇവരെ തന്നെ ട്രൈബ്സിന്റെ ഒക്കെ പണ്ടത്തെ ഫെസ്റ്റിവൽ സാധനമൊക്കെയാന്ന് തോന്നി. ഇവരെ തന്നെ നാടോടി പരിപാടികള് ഇവിടെയൊക്കെ കണ്ടോ. ചില്ലി ബാർ ആൻഡ് റെസ്റ്റോറന്റ് ടീയൊക്കെ ഉണ്ടില്ലേ. അതുപോലെ ഡ്രസ്സൊക്കെ ഇപ്പം നാട്ടു റോട്ടിലൊക്കെ വെച്ച് വെക്കുന്നുണ്ട്. ആദ്യം ഒന്നും തന്നെയായിരുന്നു. ഫുഡ് സ്റ്റാള് ഇവിടെയൊക്കെ കണ്ടോ. നല്ല വൈബ് സ്ഥലം അല്ലേ, നല്ല വൈബ് സ്ഥലം. പിന്നെ ഈ സാധനം ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ തന്നെ വന്നുകൊണ്ടിരിക്കുക. ഇവിടെ ബാൻഡടി മേളം ഉണ്ടായിരുന്നു കേട്ടോ ഇത്രയും നേരം. അത് കഴിഞ്ഞു പോയി. അപ്പുറത്ത് വേറെ സൗണ്ടൊക്കെ കേൾക്കാം. പോലീസ് വണ്ടിയൊക്കെ പറന്നു പോകുന്നുണ്ടോ തെരുവിലൂടെ. ആൾക്കാരുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇവിടെ. ഇത് മറ്റേ സാധനല്ലേ, പാമ്പിന്റെ പാമ്പിന്റെ ഇതാ പാമ്പ്. മൊത്തം വൈബാട്ടെ ഇവിടെ. തെരുവുകളിൽ മൊത്തം വൈബാ. പാമ്പ് വന്നിട്ടുണ്ട്. തെരുവുകളിൽ മൊത്തം വൈബാ. കൊറേ ആൾക്കാരുണ്ടോ. വൈബ് ഇതൊക്കെ വൈബ് ടീമാട്ടോ. രസല്ലേ. ഇവിടെ ആണെങ്കിൽ റോഡ് സൈഡിലൊക്കെ സാധനം ഉണ്ട് അടിക്കാൻ. 2 പെഗ് അടിച്ചതിന്റെ ഇതേപോലെ. നടന്ന് നമ്മളിതാ ബാക്ക് പാക്കർ സുധീനെ കണ്ടിട്ടുണ്ട്. എന്തൊക്കെയുണ്ട്, സുഖാണോ? ഇപ്പം പൊക്കാരയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാ പറഞ്ഞത്. നേപ്പാള. അതെ, ഞാനും അതായിട്ട് കാണുന്നത്. ഫുൾ ജനങ്ങളും സൗണ്ടും അടിപൊളിയല്ലേ, പാട്ടും ഇതൊക്കെ. കാഠ്മണ്ഡു പോയിട്ടുണ്ടോ? എല്ലാ നോർമല് പോയിട്ടില്ലേ? ഞങ്ങള് ഓടിയത് അവിടുന്ന്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒറ്റ ദിവസം എന്നുള്ളൂ. സ്വയംഭൂ ടെമ്പിളും കണ്ട് ഓൺ സ്പോട്ടിൽ വിട്ടു. ഒടുക്കത്തെ ജനവും ബ്ലോക്കും. പക്ഷെ ഇവിടെ മൊത്തം പ്രകൃതി. നല്ല സൈലന്റ് സ്ഥലം ഇത്. പോക്കാരാന്ന് പറഞ്ഞാലും ബ്ലോക്ക് ഒന്നും ഇല്ല. ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള. അരുണാചലും പിന്നെ സിക്കിമൊക്കെ വിട്ട് നേരെ നേപ്പാൾ ഇറങ്ങാൻ വന്നാലേ. ഇനി നേപ്പാളാണ്. അടിപൊളി. ഞങ്ങളിതാ കളറൊക്കെ കണ്ട് പൊക്കോണ്ടിരിക്കുക. അവിടുന്ന്
കുറേ പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ. ഫെസ്റ്റിവലാണ്. കറക്റ്റ് സമയത്തല്ലേ നമ്മൾ വന്നത്. കറക്റ്റ് സമയത്താണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചുറ്റി കണ്ടുകൊണ്ടിരിക്കുക. ഇതാ അഞ്ചുണ്ട്. ഇതേപോലെ എന്തോ പരിപാടി ഉണ്ടാവും. പിള്ളേരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. സൗണ്ടാണ്. പക്ഷേ ഇവിടുത്തെ എന്തോ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുക ആൾക്കാരൊക്കെ. തലയിലൊക്കെ തൊപ്പിച്ച ആൾക്കാരൊക്കെ ഇവരുടെ ഡ്രസ്സൊക്കെ ഡ്രസ്സിന്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ എല്ലാം വ്യത്യാസമുണ്ടാവും. എങ്ങനെയുണ്ട്? സൊടക്ക് മേലെ സൊടക്ക് ഡാൻസ് ആവാലോ. അതെ വേണോ? 250 രൂപയ്ക്കാ സാധി. ഇവിടെ എന്തോ ഇതുണ്ടല്ലോ. ഇത് ബുദ്ധന്റെ അല്ലേ പ്രതിമ? DJ ബുദ്ധനായോ? സീനാട്ടോ. ഹലാൽ ഫുഡൊക്കെ അവൈലബിൾ ആട്ടോ ഇവിടെ. ഹലാൽ ഫുഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പുറം തന്നെ സാധനമൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ ഡ്രസ്സുകൾ, ക്ലോത്തുകൾ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? ഇങ്ങനത്തെ ഇഷ്ടം പോലെ ക്ലോത്തുകൾ ഇവിടെ സെയിലാക്കുന്നുണ്ട്. നമ്മളത് നേപ്പാളി സോങ് ആട്ടോ കേൾക്കുന്നത്. പറഞ്ഞ പാട്ട്, ഡാൻസ് ഒക്കെ ഉണ്ട് അവിടെ. കുറേ ആൾക്കാർ കളിക്കുന്നത്. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഫുഡ് സ്റ്റാളാണ്. അങ്ങ് വരെ ഫുഡ് സ്റ്റാളാട്ടോ. ഇവിടെയും കോയിലൂത്തുണ്ട് കേട്ടോ. പാമ്പുകൾ കുറവാണ്. സെറ്റാണ്. നല്ല രസമുണ്ട് കേട്ടോ. നല്ല രസമില്ലേ? ഇവളും വേണേ പാമ്പാവും. 5 പാമ്പേ വാ. ഇവിടെ പാമ്പുകൾ ആവും, എല്ലാവരും ആവും. നല്ല പാട്ടൊക്കെ ഉണ്ടോ? നല്ല രസമുണ്ട്. കളിയാക്കി തോന്നല്ലേ വരാ. നല്ല രസമുള്ള ഒരു സൂണാണ്. അതുപോലെ ലൈറ്റൊക്കെ കണ്ടോ? ഇവിടെ ഇങ്ങനെ ഫുൾ ലൈറ്റാണ്. ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാ സ്ഥലത്തും കടകൾ തന്നെയാണ്. കടകൾ ഇഷ്ടം പോലെയാണ്. നമ്മളെ ബാക്ക് പാക്കർ സുധിയാണെന്നെ കാണാനില്ല. ഇതാ ഇവിടെ ഉണ്ട്. ഞാൻ മിസ്സായി വിചാരിച്ചു. ഈ സാധനം വരുന്നത് ഇവിടെ നീണ്ടിട്ട് വീണു, ഇവിടെ നീണ്ടിട്ട് വീണു. രണ്ടും തമ്മിൽ 2 ടൈപ്പ് സാധനം. ഇവിടെ ഇതാ ഫുഡ് സ്റ്റാള് കേട്ടോ. ഫുഡിൻ്റെ ഇഷ്ടംപോലെ സ്റ്റാൾസ് ഉണ്ട്. ഇവിടുത്തെ ലോക്കൽസ് തന്നെ കിട്ടുന്ന കേട്ടോ. ഇത് കുറച്ച് പൈസയാണോ ഇവിടെ ഉള്ളൂ. നമ്മൾ നേരത്തെ വന്ന സ്ഥലത്ത് എത്ര പൈസ ആയിരിക്കും? അവിടെ കത്തി പൈസ ആയിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങോട്ട് എത്തുമ്പോൾ നല്ല കുറവ് പൈസ ഇങ്ങനെ നമുക്ക്. ഓ സോറി. അതെ, നിങ്ങളെവിടുന്നാ? മലപ്പുറം. ഞാൻ കോഴിക്കോട്. ആ വ്ളോഗും ഉണ്ട്. രണ്ടാളുള്ളൂ. ഇത് വേറൊരു വ്ളോഗറാ. ആ പുള്ളി മലയാളം. ബാക്ക് പാക്കർ സുധി. ഞങ്ങള് ഇപ്പൊ 3 മാസമായി സൈക്കിളും കൊണ്ട്. അങ്ങനെ എല്ലാ സ്ഥലത്തും മലയാളസിനെ കണ്ടിട്ടുണ്ട്. ഇവര് പോവാട്ടോ. ഇവരിവിടെ കറങ്ങാൻ വേണ്ടി പോവാണ്. ഓക്കെ. പന്നീനെ നിർത്തിപ്പൊരിക്കുക കേട്ടോ. പന്നീനെ കമ്പിലിട്ട് നിർത്തിപ്പൊരിക്കുക. ഫിറോസ് കാണണ്ട. ഫിറോസ് കണ്ടിട്ടുണ്ടെങ്കിൽ 30 ഇവിടെ സ്റ്റാൾ തുടങ്ങും. പോത്തിനെ നിർത്തി, വലിയ പോത്തിനെ കൊണ്ടുവരും. അതെ, പക്ഷെ ഇവിടെ നല്ല കത്തി പൈസയാ. ആ അവിടെ കിട്ടും. അവിടെ മറ്റേ ഞങ്ങൾ നിന്ന സ്ഥലത്തുള്ള പോലെ ഷോപ്പൊക്കെ ഉള്ളത്, സ്റ്റാളൊക്കെ ഉണ്ട്. ഫുൾ കളർഫുള്ളാണ്. നല്ല രസമുണ്ട് കാണാനിപ്പോ. ആ കൊടിയാ മെയിൻ. പക്ഷെ കൊടീൻ്റെ ആൾക്കാർ ഇവിടെ ഇല്ലാന്നുള്ളൂ. അത് വെച്ച് ബിസിനസ് ചെയ്യാണ് ഇവര്. കൊടീൻ്റെ ആൾക്കാർ വളരെ കുറവാട്ടോ ഉള്ളത്. ഒരു പുള്ളി പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. നല്ല നൈസ് ട്യൂണാണ്. പക്ഷെ ഓട്ടോ ട്യൂണാണോ പുള്ളി പാടുന്നതാണോ എന്ന് എനിക്കറിയില്ല. സംഭവമൊക്കെ കൊള്ളാം. ലാബിന്റെ പരിപാടിയാണോ എന്നറിയില്ല. ഇവിടെ ഇതാ എന്തോ സംഭവം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. സംസാരമാണ് ഫുള്ളായിട്ട്. കറക്റ്റ് മനസ്സിലാവുന്നില്ല നമുക്ക് ഏതാ ഭാഷ എന്നൊന്നും. പക്ഷെ നേപ്പാളി ഭാഷ കേട്ടോ. അതൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ തന്നെയാണല്ലോ കേട്ടോ. ഫുള്ള് കുറെ ആൾക്കാരുണ്ട്. ലൈറ്റ് ഉണ്ട് ഇഷ്ടംപോലെ. അതാണ് സെറ്റപ്പ്. നമ്മള് പൊക്കാര വന്നിട്ട് ഇങ്ങനെയാണോ ലൈറ്റ് കാണുന്നൊക്കെ. ബാക്ക് പാക്കർ സുധി ബേക്കിൽ നടന്നു വന്നോണ്ടിരിക്കുക. നമ്മളെങ്ങനെയാ നമ്മുടെ ആമ ബിരിയാണി സോപ്പിന്റെ ടീ സ്റ്റാളിലാട്ടുള്ളത്. ചിക്കനൊക്കെ ഉണ്ട്. ഇല്ല, അവരവിടെ തന്നെ. ആ അവിടെ തന്നെ. അത് 2-ാം തീയതി ഓപ്പൺ ആവും. ആ ഇവിടെ തീകായി ആട്ടോ. ചൂടടിക്കാണ്.
ഇവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ വഴി അധികം ആൾക്കാരും പോകുന്നില്ല, കുറച്ച് ആൾക്കാരെ വരുന്നുള്ളൂ. നമ്മൾ ഇവിടെ കാണുന്ന സ്റ്റാൾ മൊത്തം കുറച്ച് ആൾക്കാരെ വരുന്ന ഒരു സ്ഥലമാണ്. മറ്റേ സ്ഥലത്താണ് കൂടുതൽ ആൾക്കാർ വരിക. പക്ഷെ ഇവിടെ കടയിടാനും കുറച്ച് പൈസ വേണ്ടു. കുറച്ച് പൈസക്കൊക്കെ നമുക്ക് സാധനങ്ങളും കിട്ടും. എന്തായാലും സെറ്റാണ്. ഞങ്ങളിവിടെ വന്നിട്ട് തികയാണ്. ഞങ്ങളെ കണ്ടാൽ തന്നെ ഇവർ വിളിച്ചു. നമ്മളപ്പോൾ പോവാണ് അല്ലേ? നമ്മൾ തിരിച്ചു പോകാൻ വേണം. 9:45. നമ്മൾ കഥയൊക്കെ പറഞ്ഞ് കുറേ നേരമായി നിൽക്കുന്നത്. നമ്മളെ 9:45. ഞങ്ങളെ 10 മണിക്ക് അവിടെ പൂട്ടുന്ന പറഞ്ഞത്. അപ്പൊ ശരി, കാണാം. എവിടെയെങ്കിലൊക്കെ വെച്ച് കാണാം. നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കല്ലേ. ഓക്കെ, താങ്ക് യു, ബൈ. പിറ്റേ ദിവസമായി, ഉച്ചയായി കേട്ടോ. ഞങ്ങളിതാ സൈക്കിളും ചവിട്ടി പൊക്കാരയിലെ തെരുവിലൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഒരു സ്ഥലത്ത് ചിക്കനൊക്കെ കുറച്ച് പൈസയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി കഴിക്കാനാണ്. ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോൾ എന്നെ ഒരു പുള്ളി കൂട്ടിക്കൊണ്ടുപോയി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടേക്കാണ് പോകുന്നത്. അഞ്ചു ഇതാ സൈക്കിള്, റെഡ് ഷർട്ടൊക്കെ ഇട്ടി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സൈക്കിൾ ഓടുന്നുണ്ട്. ചെറിയൊരു വയ്യ കേട്ടോ. ഇങ്ങനെ കുറേ ചെറിയ വയ്യകളുണ്ട് ഇവിടെ. ഞങ്ങൾ പൊക്കാര മാർക്കറ്റിൽ വന്ന കേട്ടോ. അപ്പം കണ്ടതാണിത്. നോക്കിക്കേ, ഫ്രഷ് മീനാട്ടോ ഇവർ കൊടുക്കുന്നത്. ഫ്രഷ് മീനാക്കി ഓരോത്തിലിട്ട് വെച്ചിട്ട് കൊടുക്കുകയാണ്. അഞ്ചു ആശ്ചര്യപ്പെട്ട് നോക്കി നിൽക്കുക. അതേപോലെ കടൽ മീൻ ഇതേപോലെ കുപ്പിയിലാക്കിയാണ്. ഉണക്ക മീനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഉണക്ക മീനൊക്കെ കിട്ടാം.